കോൺഗ്രസിലേക്ക് മടങ്ങുന്നതായി KPCC മുൻ സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ. വൈകാരിക നിമിഷത്തിൽ സംഭവിച്ച തെറ്റാണ് BJPയിലേക്ക് പോയത്. അതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. വിശ്വസിച്ച പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കും ഉണ്ടാക്കിയ വിഷമം തിരിച്ചറിയുന്നതായും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക തലത്തിലുണ്ടായ മനോവിഷമങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മൂലമാണ് വൈകാരികമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതിന് കാരണമെന്നും BJPയിൽ നിന്നും തിരികെ മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് മടങ്ങുകയാണെന്നും കോൺഗ്രസ് നേതാവ് തൊടിയൂർ രാമചന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു. താനെടുത്ത തീരുമാനം തന്നെ ജീവന് തുല്യം സ്നേഹിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് 1 മാസക്കാലത്തോളം അകന്നു നിൽക്കാൻ ഇടയാക്കി. ഒരു വൈകാരിക നിമിഷത്തിൽ സംഭവിച്ച തെറ്റാണ്. തന്നെ വിശ്വസിച്ച പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കും ഉണ്ടാക്കിയ വിഷമം തിരിച്ചറിയുന്നു. അതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. വിയോജിപ്പുകൾ ഉന്നയിക്കുമ്പോഴും തിരിച്ചറിവോടെ മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തുന്നത് യഥാർത്ഥ കോൺഗ്രസുകാരന്റെ ധർമ്മമാണെന്ന് താൻ വിശ്വസിക്കുന്നു. സ്ഥാനമാനങ്ങളോ പദവികളോ ആഗ്രഹിച്ചുകൊണ്ടല്ല മടക്കം. ഒരു സാധാരണ കോൺഗ്രസുകാരനായി നിൽക്കാൻ ഇനിയുള്ള കാലം ആഗ്രഹിക്കുകയാണെന്നും തൊടിയൂർ രാമചന്ദ്രൻ പറഞ്ഞു. തൊടിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങിയാണ്. ഞാൻ പല തലങ്ങളിലും പ്രവർത്തിച്ച് KSUവിന്റെ താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DCC സെക്രട്ടറി, KPCC സെക്രട്ടറി, അങ്ങനെ പല തലങ്ങളിലും പ്രവർത്തിക്കുകയും ജനപ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, സഹകരണ മേഖലയിൽ തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി 25 വർഷക്കാലവും കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി 2 ടേം 10 വർഷക്കാലവും പ്രവർത്തിച്ചതാണ്. 95 ജില്ലാ പഞ്ചായത്തിലേക്ക് എറണാകുളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ബഹുമാനീയനായ സഖാവ് BM ഷെറീഫ് XMLA പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായത്. 96 അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി 93 പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി 96 വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിലെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ നോമിനേഷൻ കൊടുക്കാൻ അവസരമുണ്ടായി. നിർഭാഗ്യകരം തൊട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ നോമിനേഷൻ പിൻവലിക്കേണ്ടി വന്നു. അതായത് JSSന് ആ സീറ്റ് കൊടുത്തപ്പോൾ എൻ്റെ നോമിനേഷൻ പിൻവലിക്കാൻ പാർട്ടി പറയുകയും ഞാൻ പിൻവലിക്കുകയും അന്ന് JSSന്റെ സ്ഥാനാർത്ഥിയായി വന്ന അഡ്വക്കേറ്റ് സത്യത്തിന് ജയിപ്പിക്കുന്നതിന് ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചു. 2001 വന്നപ്പോഴും ഞാൻ അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാൻഡിഡേറ്റായി ആപ്ലിക്കേഷൻ പാർട്ടിക്ക് കൊടുത്തിരുന്നെങ്കിലും അതും JSSന്റെ രാജബാബുവിന് കൊടുത്തു. അങ്ങനെ ഞാൻ ഒഴിവായി. അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനറായി പ്രവർത്തിച്ചു. അദ്ദേഹത്തെ അന്ന് JSSനെ വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തുടർച്ചയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനൊരു ആപ്ലിക്കൻ്റ് ആണെങ്കിലും എനിക്ക് സീറ്റുകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ സീറ്റുകൾ ലഭിക്കാത്തപ്പോഴും കൂറുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി വരുന്ന UDFന്റെ സ്ഥാനാർത്ഥികളായി വരുന്നവരെ ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ജനറൽ കൺവീനറായും ചെയർമാനായും ഓരോ സ്ഥാനാർത്ഥികളെയും പ്രവർത്തിച്ച ഒരാളാണ്. തന്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും പുറത്ത് സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രിയപ്പെട്ടവനായി കണ്ടുകൊണ്ട് വീണ്ടും പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.